പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ, മെയ് മാസ വണക്കത്തിൻ്റെ 22-ാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ചിന്തിച്ചു കാണിച്ച പരിശുദ്ധ അമ്മയെ ഇന്ന് ധ്യാനിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ചിന്തയില്ലാത്ത പ്രവൃത്തി, വിവേകമില്ലാത്ത പ്രവൃത്തി, അത് പലപ്പോഴും ദുഃഖത്തിനും സങ്കടത്തിന് കാരണമാകുമെന്ന് പരിശുദ്ധ അമ്മ മുന്നറിയിപ്പ് തരികയാണ്. ചിന്തിച്ചാൽ, ആലോചന നടത്തിയാൽ, സ്വപ്നം കാണാൻ ശ്രമിച്ചാൽ, അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ, വെളിപ്പെടുത്തലുകളിലൂടെ സ്വർഗം നമുക്ക് അനുഗ്രഹം തരുമെന്ന് പരിശുദ്ധ അമ്മ സ്വജീവിതത്തിലൂടെ മാതൃക തന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യമാണ് ധ്യാനവാക്യമായി ഞാൻ ഇന്നെടുക്കുക. ഈ വാക്കുകൾ കേട്ട് അവൾ ഒത്തിരിയേറെ അസ്വസ്ഥയായി. ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്തെന്ന് അവൾ ചിന്തിച്ചു. ഗബ്രിയേൽ ദൈവദൂതന്റെ വാക്ക് കേൾക്കുന്ന പരിശുദ്ധ മറിയം അസ്വസ്ഥയായെന്നും അവളെ അഭിസംബോധന ചെയ്ത ആ അഭിവാദനത്തിന്റെ അർത്ഥമെന്ത് എന്ന് അവൾ ചിന്തിച്ചു എന്നുമാണ് 29-ാം വാക്യത്തിൽ നമ്മോട് വചനമായി സ്വർഗം പങ്കുവയ്ക്കുന്നത്. പരിശുദ്ധ അമ്മ ചിന്തിക്കുകയാണ്. ഇതാ ഗബ്രിയേൽ ദേവദൂതൻ തന്റെ മുമ്പിൽ വന്ന് നിസ്സാരയായ, ഒന്നുമല്ലാത്ത പാവപ്പെട്ട ഒരു സ്ത്രീയുടെ അടുക്കിലേക്ക് അവൻ വന്ന്, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന അഭിവാദനം പറഞ്ഞിരിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. തൻ്റെ ബുദ്ധിശക്തികൾക്കപ്പുറം, തൻ്റെ കഴിവുകൾക്കപ്പുറം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന പരിശുദ്ധ അമ്മയെയാണ് ഈ വചനത്തിലൂടെ സ്വർഗം നമ്മുടെ മുമ്പിലേക്ക് മാതൃകയായി നൽകുന്നത്. മനുഷ്യന്റെ വിവേകപൂർവമായ ചിന്ത, അല്ലെങ്കിൽ മനുഷ്യന്റെ തലച്ചോറ് കൊണ്ടുള്ള ചിന്ത, അതല്ല ദൈവം ആഗ്രഹിക്കുന്നു. മറിച്ച് തമ്പുരാന്റെ മുമ്പിൽ താഴ്മയോടെ നിന്നിട്ട് സ്വർഗത്തേക്ക് നോക്കി എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് ആലോചന ചെയ്യുന്ന, ചിന്തിക്കുന്ന ഒരു മനോഭാവം, അത് നമ്മൾ വളർത്തിയെടുക്കണമെന്ന് സ്വർഗം എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് യേശു തമ്പുരാൻ പഠിപ്പിക്കുന്ന വചനത്തെ കൂടെ ഈ ഒരു ചിന്തിക്കലിൽ ധ്യാന വിഷയമായി നമുക്ക് കൊണ്ടുവരാം. ശിശുക്കളുടെ മനോഭാവം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനെക്കുറിച്ചും അവർ ചിന്തിക്കുന്നില്ലല്ലോ. അവർക്ക് ഒരു ശൂന്യവൽക്കരണത്തിന്റെ, ഒരു എളിമയുടെ മനോഭാവമല്ലേ ഉള്ളത്. അവർക്ക് ഈ ക്രൂക്കറ്റ് ചിന്താഗതികളോ ഒന്നുമില്ല. കാപട്യം അവർക്കറിയില്ല. ഇവിടെ പരിശുദ്ധ അമ്മ എന്താ ചെയ്തത്? എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ചിന്തിച്ചപ്പോ, ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്താണ് എന്ന് എളിമയോടെ ചിന്തിക്കാൻ തയ്യാറായപ്പോ അവളിലേക്ക് സ്വർഗം രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തു. ഈ അഭിവാദനം എന്ന് പറയുന്നത് നീ ഒരു അമ്മയാകാൻ പോകുന്ന, അത് ഒരമ്മ മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ അമ്മയായി തീരുന്ന ഭാഗ്യത്തെ കുറിച്ചുള്ള ഒരു അഭിവാദനം. നിന്നിൽ ഒരു ശിശു വന്നു പിറക്കും. നിന്നിലൂടെ ഒരു ശിശു ലോകത്തിന് വെളിപ്പെടുത്തപ്പെടും. ആ ശിശു നിസ്സാരക്കാരനല്ല. പരമപിതാവായ ദൈവം മനുഷ്യമക്കളെ വീണ്ടെടുക്കുവാൻ വേണ്ടി രക്ഷകനായി ലോകത്തിന് കൊടുക്കുന്ന പുത്രനാണ് അവൻ. അവനെ വഹിക്കാനുള്ള ഭാഗ്യം, അവന് ജന്മം കൊടുക്കാൻ ഉദരം, അത് നിന്റെ ഉദരമാണ് സ്വർഗം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഓർക്കുക പ്രിയമുള്ളവരെ, താഴ്മയോടെ, എളിമയോടെ സ്വർഗവുമായി ആലോചന ചെയ്യാൻ പരിശുദ്ധ അമ്മ തയ്യാറായപ്പോൾ, ചിന്തിക്കാൻ തയ്യാറായപ്പോൾ
അവളിലേക്ക് സ്വർഗം ആ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തു. ചിന്തിക്കേണ്ട കാര്യം, പലപ്പോഴും നമ്മുടെ എടുത്തുചാട്ടമല്ലേ നമ്മുടെ കുടുംബത്തിലെയും ഇടവകയിലെയും ഒക്കെ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം. കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കുന്ന സ്വഭാവം മാറ്റിവെക്കണമെന്ന് പരിശുദ്ധ അമ്മ ഈ ദിനത്തിൽ നമുക്ക് സൂചനയും അനുഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുക. വിവേകത്തോടെ ചിന്തിക്കാൻ പറ്റുമോ? സ്വർഗവുമായി ആലോചന ചെയ്യാൻ പറ്റുമോ? ഇവിടെ മാറിയൂസേ പിതാവിനെ കൂടെ കൊണ്ടുവരണം. മാറിയൂസേ പിതാവിനും സംശയമുണ്ടായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തീരുമാനമെടുക്കുകയല്ല മാറിയൂസേ പിതാവ് ചെയ്തത്, മറിച്ച് അവൻ സ്വപ്നം കണ്ടു എന്നാണ് തിരുവചനം പറയുന്നത്. ഞാൻ എന്ത് ചെയ്യണം? ഈ സ്ത്രീയെ ഉപേക്ഷിക്കണോ വേണ്ടയോ? ഇവൾ ഗർഭം ധരിച്ചിരിക്കുന്നു. അന്യപുരുഷനിൽ നിന്ന് ഗർഭം ധരിക്കുന്നവൾ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ളതാണ് നിയമം. പരിശുദ്ധ മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് എന്നിൽ നിന്നല്ല എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? സ്വർഗം അവനെ വെളിപ്പെടുത്തി കൊടുത്തു. യൗസേപ്പെ, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് അന്യപുരുഷനിൽ നിന്നല്ല, മറിച്ച് ദൈവത്തിന്റെ പുത്രനാണ്. അവൾ ഗർഭം ധരിച്ചിട്ട് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അതേ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെ പോലെ മാറിയൂസേ പിതാവിനെ പോലെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ സ്വർഗത്തിന്റെ മുമ്പിൽ പോവാൻ, സ്വർഗവുമായി ഒരു ആലോചന ചെയ്യാൻ, ഒന്ന് ചിന്തിക്കാൻ, ചിന്തിച്ചതിന് ശേഷം തീരുമാനമെടുക്കാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനയിലൂടെ സ്വരം തിരിച്ചറിഞ്ഞ് പ്രശ്നത്തെ പരിഹരിക്കാൻ ഉള്ള കൃപകൾക്ക് വേണ്ടി, വരങ്ങൾക്ക് വേണ്ടി ഈ ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, സ്വർഗത്തിൽ നിന്ന് ഈ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് വാങ്ങിത്തന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും ജീവനെയും അനുഗ്രഹിക്കുവാൻ ഈശോയോട് ആവശ്യപ്പെടണമേ. ആമേൻ.